നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സലിം കുമാറിന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടിൽ നടന്നു. ഗാർഹിക പാചകവാതക വില കൂട്ടി 29 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 3 മാസത്തിനിടെ 2ാം തവണയാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. മുല്ലക്കരയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 40 പവൻ സ്വർണം കവർന്നു. 3-അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. അകമല ചക്കിയാറ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തുടക്കമാകും. മീൻപിടുത്ത ബോട്ടുകാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഗ്രാമനഗര പ്രദേശങ്ങൾ കാൽപന്തുകളിയുടെ ആവേശത്തിൽ. വിശദാംശങ്ങളിലേക്ക്. മലയാള സിനിമയുടെ നിറച്ചിരി സലിം കുമാറിന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. ശനിയാഴ്ച രാത്രി 10:45 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സലിം കുമാർ അന്തരിച്ചത്. 56 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന സലിം കുമാറിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. കരൾ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ നിരവധി ആളുകളാണ് എത്തിയത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ MP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടിൽ നടന്നു. സലിം കുമാറിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. മലയാള സിനിമാ ലോകത്തെ ചിരിയുടെ രാജകുമാരനായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ സലിം കുമാറിന്റെ ജീവിതവും കലയും എന്നും മലയാളികൾക്ക് മായാത്ത ഓർമ്മയാണ്. 1969 ഒക്ടോബർ 9 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും ഇളയ മകനായാണ് സലീം കുമാർ ജനിച്ചത്. വടക്കൻ പറവൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് മല്യങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രിയും എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനവും പൂർത്തിയാക്കി. കലാഭവന്റെ മിമിക്രി വേദികളിലൂടെയാണ് സലീം കുമാറിന്റെ കലാജീവിതം ആരംഭിച്ചത്. പിന്നീട് കൊച്ചിൻ സാഗർ മിമിക്രി ഗ്രൂപ്പിലേക്ക്. 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തുടർന്ന് 300-ലധികം സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയനായ അഭിനേതാക്കളിൽ ഒരാളായി മാറി. 2010 പുറത്തിറങ്ങിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതേ ചിത്രത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. ഞാനൊരു കിനാവ് കണ്ടടി. കിനാവോ? പടപ്പുകൾ കാണാൻ കൊതിക്കുന്നൊരു കിനാവ്. ഞാൻ മുത്തു റസൂലിന്റെ റൗള കിനാവ് കണ്ടടി. എന്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. മദീനയുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. ആളുകളുടെ കൂട്ടം തെറ്റാതിരിക്കാൻ നമ്മൾ രണ്ടുപേരും കൈ മുറുക്കി പിടിച്ചിരുന്നു. റസൂലിന്റെ റൗള സ്വപ്നം കാണാന്ന് പറഞ്ഞ മഹാഭാഗ്യം. ആ മണ്ണിൽ കാലുകുത്താനുള്ള ഭാഗ്യവും പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവും. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. സലീം കുമാർ സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. സംവിധാന രംഗത്തും തന്റെ കഴിവ് തെളിയിച്ച സലീം കുമാർ 2015 കമ്പാർട്ട്മെന്റ്, 2016 കറുത്ത ജൂതൻ, 2018 ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കലാജീവിതത്തിൽ ഹാസ്യനടൻ എന്ന വിശേഷണത്തിനപ്പുറം സാമൂഹിക വിഷയങ്ങളിലും രാഷ്ട്രീയത്തിലും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിത്വമായിരുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ എന്ന നിലയിൽ സലീം കുമാറിന്റെ സംഭാവനകൾ മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്
TCV. പതിറ്റാണ്ടുകളോളം മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഹാസ്യത്തിന്റെ തമ്പുരാൻ സലീം കുമാർ ഇനി അഭിനയ ശൈലിയിലൂടെ ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിൽ വരെ മലയാളത്തിന്റെ പെരുമ അടയാളപ്പെടുത്തിയാണ് സലീം കുമാർ വിടവാങ്ങുന്നത്. മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയ സലീം കുമാർ സ്വഭാവ വേഷങ്ങളിലും തന്മയത്വത്തോടെയുള്ള അഭിനയ മികവ് തെളിയിച്ചിരുന്നു. അവന്റെ അളവിനുള്ളത് കിട്ടി, എന്റെ മോന്റെ അളവിനുള്ള പെട്ടി കിട്ടി. 1996 ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു സലീം കുമാറിന്റെ സിനിമ അരങ്ങേറ്റം. പിന്നീട് അങ്ങോട്ട് തെങ്കാശി പട്ടണത്തിലെ കള്ളൻ, ഈ പറക്കും തളികയിലെ മായാണ്ടി, കല്യാണരാമനിലെ പ്യാരി മാത്രമല്ല കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള സീരിയസ് വേഷങ്ങളും തനിക്ക് ചേരുമെന്ന് സലീം കുമാർ തെളിയിച്ചു. 2006 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം അച്ഛൻ ഉറങ്ങാത്ത വീടായിരുന്നു ഇതിന് തുടക്കം. ചിത്രത്തിലെ സാമൂൽ എന്ന കഥാപാത്രം മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീം കുമാറിന് നേടിക്കൊടുത്തു. പ്രിയപ്പെട്ട സലീം കുമാർ, തീർന്നുപോയത് ആയുസ്സിന്റെ കണക്ക് പുസ്തകം മാത്രമാണ്. മരണമില്ലാത്ത ആ ഓർമ്മകൾക്ക് TCVയുടെ പ്രണാമം. Yes. I have been in Singapore for a long time. Oh, I see. You know, Mr. Narayan, how deeply they are loving. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. Is it convenient and comfortable for you? അത് തന്നെ. Agreed? Agreed. ന്യൂസ് ഡെസ്ക് TCV. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ നന്മയും കരുതലും അനുഭവിച്ച ആളാണ് അരിമ്പൂരിലെ യുവ സിനിമാ സംവിധായകൻ ജിൻഡോ തെക്കനിയത്ത്. തൃശൂർ അരിയങ്ങാടിയിൽ ചുമട്ടുതൊഴിലാളിയായിരുന്ന ജിൻഡോയുടെ സിനിമാ മോഹങ്ങൾക്ക് പിന്തുണയുമായി പ്രതിഫലം വാങ്ങാതെ നായകവേഷം അഭിനയിച്ച ആളാണ് സലീം കുമാർ. സലീം കുമാർ എന്നത് ഒരു നടൻ എന്നതിനപ്പുറം ജിൻഡോയ്ക്ക് തന്റെ സിനിമാ മോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ എല്ലാ പ്രോത്സാഹനവും നൽകിയ ഗുരുതുല്യനായിരുന്നു. ഒരേ സമയം 3000 അഭിനേതാക്കളെ ഒരേ വേദിയിൽ അണിനിരത്തി 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മൊറോക്കാസ എന്ന സിനിമാറ്റിക് നാടകം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജിൻഡോ. തൃശൂർ അരിയങ്ങാടിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ലോറിയിൽ നിന്ന് ചുമടുകൾ ഇറക്കുമ്പോഴും ജിൻഡോയുടെ മനസ്സു നിറയെ കലയോടുള്ള അഭിനിവേശമായിരുന്നു. സിനിമയും സീരിയലുമായി 20 വർഷമായി ഈ മേഖലയിൽ സജീവമാണ്. ഉപജീവനത്തിനായി ചുമടെടുക്കുന്ന സമയത്താണ് സിനിമാ സംവിധായകന്റെ മേലങ്കി അണിയുന്നത്. തീരെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിക്കുന്ന സിനിമയിൽ നായകവേഷം അഭിനയിക്കാൻ വേണ്ടി സലീം കുമാറിനെ ജിൻഡോ സമീപിച്ചിരുന്നു. ഒരു കൂട്ടം വായനക്കാരെ കാണിച്ചു തരൂ, എന്നാൽ ഒരു കൂട്ടം ചലിപ്പിക്കാവുന്ന ജനതയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെപ്പോളിയന്റെ പ്രശസ്തമായ കോട്ടാണ്. ജോർജെ, തീന്റെ ചൂടുണ്ട് ആ എഴുത്തിന്. ഒരു നല്ല സംസ്കാരത്തിന് വിഭാവനം ചെയ്യാൻ വായന കൊണ്ട് പറ്റും. പ്രതിഫല കാര്യങ്ങളും മറ്റും ചോദിച്ചതിന്റെ കൂട്ടത്തിൽ ജിൻഡോയുടെ ജോലിയും മുൻകാല പ്രവൃത്തി പരിചയവും സലീം കുമാർ അന്വേഷിച്ചു. ജിൻഡോയുടെ പശ്ചാത്തലം കേട്ടറിഞ്ഞ സലീം കുമാർ തനിക്ക് 1 രൂപ പോലും പ്രതിഫലം വേണ്ടെന്നും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നും കൂടെ ഉണ്ടാവും എന്ന നിലപാടോടെ സിനിമയിൽ അഭിനയിച്ചു. പ്രധാന കഥാപാത്രം ചെയ്തത് സലീം കുമാർ സാറാണ്. ഇന്ന് സലീം കുമാർ സാറ് ഈ ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വേദനയുണ്ട്. എൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഞാനുടെ അടുത്ത് ചെല്ലുന്നു. ഇതിലെ ഒരു രഘുനാഥൻ, റിട്ടയർഡ് അധ്യാപകനായ ഒരു രഘുനാഥന്റെ വേഷമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് വയ്യാതിരിക്കുന്ന സമയമാണ്, അദ്ദേഹം ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് വലിയ സംവിധായകരുടെ സിനിമകൾ മാറ്റിവെച്ചേക്കാണ്, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരാൾ സിനിമയിലേക്ക് വരണമെങ്കിൽ അത്രമാത്രം ആഗ്രഹിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നീ ആ ചുമട്ടുതൊഴിലാളി മേഖലയിൽ നിന്ന് വന്നതാണ്, എനിക്കത് ഇഷ്ടമായി, ഞാനും ഇതേപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മേഖല എത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ സിനിമയിലേക്ക് ആള് വരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആ സിനിമ പുറത്തിറങ്ങിയില്ല. സലീം കുമാറിന്റെ വിയോഗം പറഞ്ഞ ജിൻഡോ ആദരസൂചകമായി തന്റെ സിനിമ ആ മുഖങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.
രാജ്യത്ത് വീണ്ടും ഗാർഹിക പാചകവാതക വില കൂട്ടി 29 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 60 രൂപ കൂട്ടിയിരുന്നു. ജൂണിൽ വാണിജ്യ LPG വിലയിൽ 42 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഗാർഹിക പാചകവാതക വില വർധനവിൽ കടുത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഗാർഹിക LPGയുടെ വിലയിലും വർധനമുണ്ടായത്. ഗാർഹിക സിലിണ്ടറിന്റെ വില വർധനവിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഉപഭോക്താക്കൾ. ഇനിയൊരു ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. മണ്ണുത്തി മുല്ലക്കരയിൽ വീട്ടുടമയെ കെട്ടിയിട്ട് 40 പവൻ സ്വർണവും 50,000 രൂപയും കവർന്നു. ചെറുവാറയിൽ സോമശേഖരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 3 മണിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ 3-അംഗ സംഘം സോമശേഖരനെ കെട്ടിയിട്ട ശേഷമാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കവർച്ച നടക്കുമ്പോൾ വീട്ടിൽ തനിച്ചായിരുന്നുവെന്നും സോമശേഖരൻ പറഞ്ഞു. വീടിന് പുറത്തെ ഗ്രില്ല് തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. കിടന്നുറങ്ങുന്നതിനിടെ കയ്യിൽ എന്തോ തട്ടുന്നതുപോലെ തോന്നി കണ്ണ് തുറന്നപ്പോഴാണ് മോഷ്ടാക്കളെ കണ്ടത്. സംഘത്തിൽ ഒരാൾ തന്റെ വായിൽ തുണി തിരുകി കൈകൾ കെട്ടിയിട്ടു. മറ്റു 2 പേർ അലമാര തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ആളുകളെ തിരിച്ചറിയാൻ ആയില്ലെന്നും വീട്ടുടമ പറഞ്ഞു. ഇതര സംസ്ഥാനക്കാരാണ് മോഷ്ടാക്കളെന്നാണ് സംശയം. തന്റെ കഴുത്തിലുണ്ടായിരുന്ന 2 പവനോളം വരുന്ന മാലയും മോതിരവും മോഷ്ടാക്കൾ വലിച്ചെടുത്തു. മോഷ്ടാക്കൾ പോയ ശേഷമാണ് വീടിന് പുറത്തിറങ്ങി പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘം വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിൽ നടന്ന വൻ കവർച്ചയുടെ ഞെട്ടലിലാണ് ഗൃഹനാഥൻ സോമശേഖരൻ. സംഭവത്തിന്റെ ഭീതിജനക നിമിഷങ്ങൾ സോമശേഖരൻ TCVയോട് പങ്കുവയ്ക്കുന്നു. മണ്ണുത്തി മുല്ലക്കരയിൽ വീട്ടുടമയെ കയ്യിൽ കെട്ടിയിട്ടുകൊണ്ട് ഒരു സംഘം ആളുകൾ വീട്ടിൽ മോഷണം കവർച്ച നടത്തിയത്. ഈ ഒരു സംഭവം ഉണ്ടായത് ആ നേരത്തെ എങ്ങനെയായിരുന്നു അറിഞ്ഞത്? ബഹളം കേട്ടിട്ടാണോ ചേട്ടൻ എണീറ്റത്? ബഹളം കേട്ടിട്ടല്ല, എൻ്റെ ദേഹത്ത് ആരോ തട്ടിമാരി തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നതാണ്. കണ്ണു തുറന്നപ്പോൾ തടിച്ചിട്ട് ഒരാൾ ഉയരം കുറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കണുണ്ടോ. അപ്പോൾ ഞാൻ ഒച്ച ഉണ്ടാക്കി, ഉറക്കനെ ഒച്ച ഉണ്ടാക്കി. അപ്പോൾ അയാൾ തലേനെടുത്ത് മുഖത്ത് അമർത്തി പിടിച്ചു. എന്നുവെച്ചാൽ കാണാണ്ടിരിക്കാനും സൗണ്ട് വരാണ്ടിരിക്കാനും. ഈ ആളുകൾ മലയാളി അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു മനസ്സിലായത്? അതായത് അവര് പതിഞ്ഞ ശബ്ദത്തില് ബംഗാളിമാര് എന്ന് വെച്ചാൽ ഇതിലെ കുറെ ബംഗാളികൾ പോണ കാരണം നമുക്ക് അവരുടെ ആ ഒരു വർത്താനം ഇങ്ങനെ അവർ ഉറക്കനെ വർത്താനം പറഞ്ഞിട്ടാണല്ലോ പോവുക. അപ്പം അങ്ങനെ അവരുടെ ആ ഒരു ടോണിൽ ഇവർ പതുക്കനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാക്സിമം ഒരു സംസാരം ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് അനങ്ങുമ്പോൾ ചുപ്പ് എന്നൊരു ഹിന്ദി വാക്ക് മാത്രം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും മലയാളികളാണെന്നുള്ള സംശയം എന്തെങ്കിലും ചേട്ടനുണ്ടോ? ഇല്ല, മലയാളികളല്ല എൻ്റെ ധാരണയിൽ. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? ഈ റൂമിൽ 3 ആള്. ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ചേട്ടൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അതെ. അപ്പൊ എപ്പോഴാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്? പോലീസിനെ ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെ അവർ റൂമിൽ അടച്ചിട്ട്
അവർ പുറത്തേക്ക് കിടന്നു, റൂമിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. അപ്പോൾ ഞാൻ കൈമ്പിലത്തെ കെട്ടഴിച്ച് പതുക്കുന്ന ഡോറിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഇവിടെയൊന്നും ആരും കണ്ടില്ല. അങ്ങനെ തന്നെ ഞാൻ ആ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. 5 മിനിറ്റിനകത്ത് സ്റ്റേഷനിൽ വിളിച്ചു. ഒരു 5-8 മിനിറ്റിനകത്ത് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി. എന്നിട്ട് അവരോട് എത്തിയപ്പോഴും എൻ്റെ ധാരണ മുകളിലവരുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഡോറ് അടച്ചിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ അവരിവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ധാരണയായിരുന്നത്. പക്ഷേ അവർ പിന്നെ തുറന്നു നോക്കിയപ്പോൾ അവരിവിടെ ഇല്ല. അപ്പോൾ അപ്പുറത്തൊരു സാറെന്നായിരുന്നു. ആ സാറ് ആ ഫ്രണ്ടിൽ ഡോർ തള്ളിയപ്പോൾ അത് തുറന്നു. അപ്പോൾ അവർ ഫ്രണ്ട് ഡോർ വഴിക്ക് കടന്നുണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവർ കയ്യിൽ കെട്ടിയിടാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു? ശ്രമിക്കല്ല, നമ്മളിങ്ങനെ എതിർക്കുമ്പോൾ അടിക്കുക, ഇടിക്കുക, അത്രയും ചെയ്തു. നോക്കുമ്പോൾ പിന്നെ കണ്ണിൻ്റെ ഈ കൂടെ 40 പവൻ സ്വർണവും 50,000 രൂപയുമാണ് മോഷ്ടാക്കൾ ഈ വീട്ടിൽ നിന്നും കവർന്നത്. ഈ മോഷ്ടാക്കൾ മലയാളികളല്ല എന്നാണ് വീട്ടുടമ പറയുന്നത്. സംഭവ സ്ഥലത്തു നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം സൂര്യപ്രകാശ്. വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഉത്രാളികാവ് ക്ഷേത്രത്തിന് പുറകിലെ അകമല ചക്കിയാറ മേഖലയിലാണ് കാട്ടാന എത്തിയത്. എരഞ്ഞിക്കളത്തിൽ ജയേഷിന്റെ വീട്ടിലെ പ്ലാവിന്റെ കൊമ്പുകൾ ഒടിച്ചു. ചക്ക തിന്ന കാട്ടാന റെയിലിന് മീറ്ററുകൾ മാത്രം അകലെ നിന്നിരുന്ന 2 പനകളും കുത്തിമറിച്ചിട്ടു. ജയേഷിന്റെ വീടിന് സമീപത്തുകൂടി കാട്ടാന നടന്നുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. RRT സംഘം സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തുടക്കമാകും. മീൻപിടുത്ത ബോട്ടുകാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ വലിയ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കരയ്ക്കടുപ്പിച്ചു കഴിഞ്ഞു. ബോട്ടിൽ നിന്ന് വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ പുറത്തേക്കിറക്കുകയാണ് തൊഴിലാളികൾ. 50ഓളം ബോട്ടുകളാണ് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകാർക്ക് നിരോധനത്തിന് മുൻപ് തന്നെ വറുതിയുടെ നാളുകളായിരുന്നു. നിരോധനത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണ ഉണ്ടാകാതിരുന്നത് തിരിച്ചടിയായെന്ന് തൊഴിലാളിയും കടപ്പുറം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി അഷ്കർ അലി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത വളരെ കുറവായിരുന്നു. ഇനി വരാൻ പോകുന്ന 52 ദിവസങ്ങൾ ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ 52 ദിവസം ഉള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായത്തോടൊപ്പം റേഷൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉണ്ടാകണം. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ ദിനങ്ങളിലെ പ്രതിസന്ധി തീർക്കാൻ തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്നും നിരോധന സമയങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം അധികൃതർ ഇടപെട്ട് തടയണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളെല്ലാം ദുരിതത്തിലാണ്. വേനൽക്കാലത്തെ ഇന്ധന ചിലവും മറ്റു ചെലവും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോൾ പല ബോട്ടുകളും പണി നേരത്തെ തന്നെ നിർത്തിവച്ചിരുന്നു. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത വള്ളങ്ങൾക്ക് നിരോധനം ബാധകമല്ല. TCV ന്യൂസ്, ചാവക്കാട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഗ്രാമനഗര പ്രദേശങ്ങൾ കാൽപന്ത് കളിയുടെ ആവേശത്തിലാണ്. ചേലക്കര പാറമേൽപ്പടിയിലെ ബ്രസീൽ ആരാധകർ ആവേശത്തിലാണ്. പ്രായഭേദമന്യേ നിരവധി പേരാണ് തങ്ങളുടെ ഇഷ്ട ടീമിനു വേണ്ടി കവാടങ്ങളും ഫ്ലക്സുകളും ഒരുക്കി സജീവമാകുന്നത്. പാറമേൽപ്പടി സെന്ററിൽ ബ്രസീൽ മഞ്ഞപ്പടയുടെ വീരതാരങ്ങളെ അണിനിരത്തി കവാടം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കൂറ്റൻ പതാകയും ബ്രസീൽ ഫാൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. 32 അടി നീളവും 10 അടി ഉയരവുമുള്ള വലിയ പതാകയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബ്രസീലിന് ലോകകപ്പ് കിരീടം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പാറമേൽപ്പടി ബ്രസീൽ ആരാധകർ പങ്കുവെക്കുന്നത്. പാറമേൽപ്പടി ബ്രസീൽ ഫാൻസിന്റെ ടീമാണിത്. ഇനി ഏതാനും ഒരു 4-5 ദിവസം കൂടിയുള്ളൂ നമ്മുടെ കളികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരും പ്രായഭേദം തന്നെ എല്ലാവരും ആവേശത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ബ്രസീലിന്റെ നെയ്മറിന്റെ കളി കാണാൻ വേണ്ടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. 4 വർഷത്തിനു ശേഷം എത്തുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരം വഴിയോരങ്ങളിലെ വിവിധ ഫാൻസുകൾ തമ്മിലുള്ള സൗഹൃദ മത്സരം കൂടിയായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, ചേലക്കര. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തെ വരവേറ്റ് എരുമപ്പെട്ടിയിൽ അർജന്റീന ഫാൻസിന്റെ ആഘോഷം. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചും മെസ്സിയുടെ ചിത്രവും അർജന്റീനയുടെ പതാകയുടെ മാതൃകയിലുള്ള കേക്ക് മുറിച്ച് വിതരണം ചെയ്തും ഫാൻസി വെടിക്കെട്ട് നടത്തിയുമാണ് ആഘോഷം വർണ്ണാഭമാക്കിയത്. നാസിക് ഡോളിന്റെ നാദവും ആഘോഷത്തിന് കൊഴുപ്പുകൂട്ടി.
ചന്ദ്രാഭിനയിൽ വ്യാപാരിയുടെ മാല കവർന്ന കേസിൽ 2 പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിയമ്പലം സ്വദേശി മുന്നാക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അസ്ലം, കൂലിക്കുഴി സ്വദേശി വൈപ്പിൻ പാടത്ത് വീട്ടിൽ അഖിൽ നാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന ചന്ദ്രാഭിനി സ്വദേശി മനോഹരന്റെ മാലയാണ് പ്രതികൾ കവർന്നത്. മനോഹരന്റെ കടയിൽ സ്ഥിരമായി വരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. പാലക്കാട് ഒലവക്കോട് നിന്ന് തട്ടിയെടുത്ത കാർ പുതുക്കാട് ചെങ്ങാലൂരിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ ഒലവക്കോട് വെച്ച് കാറിലെത്തിയ 5-അംഗ സംഘം മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥയിലുള്ള ഇനോവ കാറാണ് തട്ടിയെടുത്തത്. മുനീറിന്റെ സഹോദരൻ ഷമീർ, സുഹൃത്തുക്കളായ മുഹമ്മദ്, ഫാരിസ്, നിഖിൽ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പാലക്കാടെത്തി തിരിച്ചു പോരുന്നതിനിടെ ഒലവക്കോട് പാലത്തിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാറിൽ അക്രമി സംഘത്തിന്റെ കാർ ഇടിപ്പിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ അക്രമികൾ ഇരുമ്പ് കമ്പികൊണ്ട് കാറിലടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഡ്രൈവറുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ഡ്രൈവറും മുൻസീറ്റിലുണ്ടായിരുന്ന ആളും ഓടി രക്ഷപ്പെട്ടു. ഇതിനിടെ അക്രമി സംഘത്തിലെ 4 പേർ കാറിൽ കയറി കാറിലുണ്ടായിരുന്ന 2 പേരുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാർ ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെ ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്തെ റബ്ബർ തോട്ടത്തിലെത്തിയ ആളാണ് തകർത്ത നിലയിൽ കാർ കണ്ടത്. തുടർന്ന് പുതുക്കാട് പോലീസിൽ വിവരമറിയിച്ചു. പാലക്കാട് നിന്നെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ ഉൾവശം പൂർണ്ണമായും തകർത്ത നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് നോർത്ത് സ്റ്റേഷൻ SHO ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാതയിൽ കവർച്ച നടത്തുന്ന കുഴൽപ്പണ സംഘമാണ് ഇതിന് പിന്നിലെന്നും ആളുമാറിയാണ് ഇവർ കാർ തട്ടിയെടുത്തതെന്നുമാണ് പോലീസ് പറയുന്നത്. TCB ന്യൂസ്, പുതുക്കാട്. പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ ആൽജോയുടെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ആൽജോയുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിച്ച മന്ത്രി ആൽജോയുടെ സഹോദരൻ അനോഷിന് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന അനോഷിന്റെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും എല്ലാ പിന്തുണയും അറിയിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, മട്ടത്തൂർ മേഖലാ പ്രസിഡന്റ് സുധീർ വെട്ടിയാട്ടിൽ എന്നിവരും മന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. പുള്ള് താമരപ്പാടത്തിന് സമീപം PWD റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. റോഡിൽ കുഴികൾ നിറഞ്ഞ് യാത്ര ദുസ്സഹമായി. റോഡ് ഉയർത്തി വിരിച്ച മെറ്റൽ ഇളകി മാറിയാണ് റോഡിൽ കുഴികൾ നിറഞ്ഞത്. ടാറിംഗ് അനന്തമായി നീണ്ടുപോയതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായത്. പുള്ള് താമരപ്പാടം കാണാനെത്തുന്ന സന്ദർശകർക്ക് സുഗമമായ യാത്രയ്ക്കുമായാണ് ദശലക്ഷങ്ങൾ ചെലവഴിച്ച് റോഡും പരിസരവും പുനർനിർമ്മിച്ച് സൗന്ദര്യവൽക്കരിക്കാൻ ആരംഭിച്ചത്. നിലവിൽ ഉയരമുള്ള റോഡ് വീണ്ടും 1/2 മീറ്ററോളം ഉയർത്തി പുനർനിർമ്മിക്കുവാനുള്ള ശ്രമമാണ് പാതിവഴിയിൽ നിലച്ചത്. റോഡ് ഉയർത്തി മെറ്റലിട്ട് കഴിഞ്ഞതോടെ ടാർ കിട്ടാനില്ലെന്ന് പറഞ്ഞ് പണി നിർത്തുകയായിരുന്നു. മഴ മാറിയതോടെ മെറ്റലിളകി റോഡ് നിറയെ കുഴികളായി. ദുരിതമായി മാറിയ ഇതുവഴിയുള്ള വാഹനയാത്രയ്ക്ക് പരിഹാരമേകാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പിലാവ് ആൽത്തറയിൽ കിണറ്റിൽ വീണ് മധ്യവയസ്ക മരിച്ചു. പെരുമ്പിലാവ് ആൽത്തറ സ്വദേശിനി 56 വയസ്സുള്ള കോമളമാണ് മരിച്ചത്. വീടിന് സമീപത്തെ പറമ്പിലുള്ള കിണറ്റിൽ വീഴുകയായിരുന്നു. കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കോമളത്തെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം വേഗത്തിലാക്കുന്നതിന് പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അനിൽ അക്കര പരാതി നൽകി.
കേസ് രജിസ്റ്റർ ചെയ്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസുകളിൽ സമഗ്രമായ കുറ്റപത്രം സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്കാജനകമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. നിലവിലെ അന്വേഷണ സംഘത്തിന് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിക്ഷേപകർക്കും പൊതുജനങ്ങൾക്കും കേസിന്റെ പുരോഗതി സംബന്ധിച്ച് സംശയങ്ങളും ആശങ്കകളും ഉയരുന്നുണ്ടെന്നും അനിലക്കര പരാതിയിൽ പറഞ്ഞു. പാറമേക്കാവ് വിഭാഗത്തിന്റെ കരിമരുന്ന് സാമഗ്രികൾ പൊട്ടിച്ച് നിർവീര്യമാക്കി. പാലക്കാട് മുതലമടയിലുള്ള വെടിക്കെട്ടുപുരയിൽ സൂക്ഷിച്ചിരുന്ന തൃശൂർ പൂരത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിച്ച് നിർവീര്യമാക്കിയത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല. ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ച പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജിയെയും നിഷ സിദ്ധുവിനെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐ തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പാർട്ടി ജില്ലാ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തൃശൂർ കോർപ്പറേഷന് മുൻപിൽ സമാപിച്ചു. പ്രതിഷേധയോഗം പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CR റോസിലി, പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TR അനിൽകുമാർ, I സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ KN രഘു, PV സന്തോഷ്, കോർപ്പറേഷൻ കൌൺസിലർ ഷാജു കുണ്ടോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. MBA പ്രവേശന പരീക്ഷാ രംഗത്ത് പുതിയ ചരിത്രം സൃഷ്ടിച്ച് തൃശൂർ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 3 വർഷത്തിനിടെ 125-ലധികം വിദ്യാർത്ഥികൾക്ക് IIM പ്രവേശനം നേടിക്കൊടുത്ത് 2026-ലും വിജയഗാഥ തുടരുകയാണ്. 2025-ലെ CAT പ്രവേശന പരീക്ഷയെ തുടർന്ന് വിവിധ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലേക്കും മറ്റു പ്രമുഖ B സ്കൂളുകളിലേക്കും പ്രവേശനം നേടിയ 100-ലധികം വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് തൃശൂരിൽ സംഘടിപ്പിച്ചു. മിഷൻ ക്വാർട്ടേഴ്സ് ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ടൈം ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് വിഭാഗം സീനിയർ ജനറൽ മാനേജർ സുശീൽ തോമസ് മുഖ്യാതിഥിയായി. ടൈം തൃശൂർ ഡയറക്ടർ ഡിജു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു. സ്ഥിരതയാർന്ന വിജയ ശതമാനവും പരിചയസമ്പന്നരായ അധ്യാപകരുടെ മാർഗനിർദ്ദേശവുമാണ് ടൈം തൃശൂരിനെ മത്സര പരീക്ഷാ പരിശീലന രംഗത്ത് ശ്രദ്ധേയമാക്കുന്നത്. ബാങ്ക്, SSC, റെയിൽവേ തുടങ്ങിയ സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായും +1, +2 വിദ്യാർത്ഥികൾക്കായുള്ള IPM, CAT പരീക്ഷകൾക്കും വിദ്യാർത്ഥികളെ സജ്ജരാക്കി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. CAT 2026-27 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അനുയോജ്യവും സൗകര്യപ്രദവുമായ സൺഡേ റെഗുലർ ബാച്ചുകൾ ഒരുക്കി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ ആശുപത്രിയുടെ മുൻവശത്തുള്ള ടൈം ഓഫീസിന്റെ കരിയർ കൌൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുക. ഫോൺ 8086440033. ഓൾ കേരള ഒപ്റ്റിക്കൽ അസോസിയേഷൻ ജില്ലാ വാർഷിക യോഗം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NB സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PS അക്ബർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ശ്രീജിത്ത്, രക്ഷാധികാരി ജോർജ് വർഗീസ് ജോസ്, ട്രഷറർ MU തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യയന വർഷത്തെ വരവേറ്റ് തൃശൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയ നക്ഷത്രമാനം എന്ന സംഗീത ആൽബം ശ്രദ്ധ നേടുന്നു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ശ്രീ ശാരദാ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് സംഗീത ആൽബം തയ്യാറാക്കിയത്. എന്നെന്നും വിദ്യാലയങ്ങളിൽ നിലനിൽക്കേണ്ട ഊഷ്മളമായ ഗുരുശിഷ്യ ബന്ധങ്ങളും സ്നേഹശകാരങ്ങളും അതെത്രത്തോളം കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നതെല്ലാം ഇതിവൃത്തമാക്കി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം സ്കൂളിലെ ഗണിത അധ്യാപകൻ അനീഷ് രചിച്ച നക്ഷത്രമാനം എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണിത്.
പൂർവ്വ വിദ്യാർത്ഥിയും നാടക പ്രവർത്തകനുമായ മണി അഡാട്ടാണ് സംഗീത ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. അനൂപ് രാമൻജിറ, സാഹിത്യകാരി സുനിത സുകുമാരൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. മിഥുൻ മലയാളം സംഗീതം പകർന്ന കവിത ആലപിച്ചിരിക്കുന്നത് മാളവിക രാജേഷാണ്. ഛായാഗ്രഹണം ആദിത്യ കൃഷ്ണയും എഡിറ്റിംഗ് അജയ് മതിലകത്തും നിർവഹിച്ചു. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും റിലീസ് ചെയ്ത ആൽബത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. TCB ന്യൂസ് തൃശൂർ. ഫാസിസത്തിനെതിരെ പൊരുതാനുള്ള ഏറ്റവും വലിയ ആയുധം ഗാന്ധിയൻ ആശയങ്ങളാണെന്ന് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ PN ഗോപികൃഷ്ണൻ പറഞ്ഞു. AC ഷൺമുഖദാസ് ഫൗണ്ടേഷൻ കേരള സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ഗാന്ധിസവും ഫാസിസവും എന്ന സംവാദത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഫാസിസം എന്ന അപകടത്തിന്റെ മുൻപിലാണ് ഇന്ന് രാജ്യം നിൽക്കുന്നത്. ഇതറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെന്നും ഗോപികൃഷ്ണൻ പറഞ്ഞു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഷൺമുഖദാസ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, മുക്കം മുഹമ്മദ്, അഡ്വക്കേറ്റ് AD ബെന്നി, CL ജോയ്, TG സുന്ദർലാൽ, അഡ്വക്കേറ്റ് KN വിവേകാനന്ദൻ, UK ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺഹാളിൽ നടന്ന സ്നേഹാദരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ KP ബിന്ദു, BJP നേതാക്കളായ MS സമ്പൂർണ്ണ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. KU ബിജു മെമ്മോറിയൽ സൗത്ത് ഇന്ത്യൻ ഓപ്പൺ ചെസ് ടൂർണമെന്റ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, ചെസ് ഒളിമ്പ്യൻ ഡോക്ടർ NR അനിൽകുമാർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗ്രീഷ്മ ജയഘോഷ്, രക്ഷാധികാരി അജിത് കുമാർ രാജ്, PA അലി, KS പ്രീത, DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 1,12,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സലീം കുമാറിന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടിൽ നടന്നു. ഗാർഹിക പാചകവാതക വില കൂട്ടി 29 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 3 മാസത്തിനിടെ 2ാം തവണയാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. മുല്ലക്കരയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 40 പവൻ സ്വർണം കവർന്നു. 3-അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വടക്കഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. അകമല ചക്കിയാറ മേഖലയിലാണ് കാട്ടാനയിറങ്ങിയത്.
52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തുടക്കമാകും. മീൻപിടുത്ത കൂട്ടുകാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഗ്രാമ നഗര പ്രദേശങ്ങൾ കാൽപന്ത് കളിയുടെ ആവേശത്തിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.